കൊല്ലം അഞ്ചലിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 50% പൊള്ളലേറ്റ പടിഞ്ഞാറ്റിൻകര സ്വദേശി റഫീഖ് ഗുരുതരാവസ്ഥയിൽ. ആത്മഹത്യാ ശ്രമം ഭാര്യ മോഷണക്കേസിൽ റിമാൻഡിൽ കഴിയുന്നതിന്റെ മനോവിഷമത്താൽ എന്ന് പോലീസ്. വിവരങ്ങളുമായി സൂര്യഗായത്രി കൂടി ചേർന്നുണ്ട്. സൂര്യഗായത്രി, ഏകദേശം 50%-ഓളം പൊള്ളലേറ്റു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇയാളുടെ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിത, കഴിഞ്ഞ 16-ാം തീയതി, അതായത് തിങ്കളാഴ്ചയാണ് അഞ്ചലിലെ സ്വകാര്യ ബസ്സിൽ വെച്ച് കുട്ടിയുടെ സ്വർണ്ണക്കൊലുസ് മോഷ്ടിച്ച സംഭവത്തിൽ റഫീഖിന്റെ ഭാര്യ സബീനയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച് ഉള്ള പരിശോധനയിൽ സ്വർണ്ണക്കൊലുസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഇതിന്റെ മനോവിഷമത്തിലാണ് റഫീഖ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ റഫീഖ് മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂടെ ഉണ്ടായിരുന്ന മകനെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തിയാണ് അഞ്ചൽ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് തീ അണച്ച റഫീഖിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് റഫീഖിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പും സമാനമായിട്ടുള്ള രീതിയിൽ ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ 50%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റഫീഖ് ചികിത്സയിൽ കഴിയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.